തിരുവല്ലയിലെ CPM വിഭാഗത്തിൽ നടപടിയിലേക്ക് പോവുകയാണ്. പാർട്ടി റിപ്പോർട്ട് ചോർന്നതിൽ ലോക്കൽ സെക്രട്ടറിയെ നീക്കി ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കുഞ്ഞുമോനെയാണ് മാറ്റിയത്. താൽക്കാലിക ചുമതല ഏരിയ കമ്മിറ്റി അംഗം ജനോ മാത്യുവിന് നൽകി. CK അഭിലാലാണ് വിവരങ്ങളുമായി. അഭിലാൽ, ഈ ഏരിയ സമ്മേളനങ്ങളിലെ ഉൾപ്പെടെ വിഭാഗത്തിൽ കർശനമായ നിലപാടും നടപടിയും ഉണ്ടാകുമെന്ന് പാർട്ടി സെക്രട്ടറി ഇന്ന് രാവിലെയും പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് തിരുവല്ലയിലേക്ക് നേരിട്ട് എത്തിയത്. ഇപ്പോൾ തിരുവല്ലയിലെ വിഭാഗത്തിൽ നടപടി ഉണ്ടാവുകയും ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? തിരുവല്ല CPM-ലെ വിഭാഗീയതയ്ക്ക് ശമനമുണ്ടാക്കാൻ വേണ്ടി കർശന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തടസ്സപ്പെട്ട ലോക്കൽ സമ്മേളനത്തിൽ വിതരണം ചെയ്ത റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്ന വിഷയത്തിൽ ശക്തമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുകയും അത് ഏറെക്കുറെ ശരിവെച്ചുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന KK കുഞ്ഞുമോനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ജനോ മാത്യുവിന് പകരം ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ട ലോക്കൽ സമ്മേളനം ഇനി ഈ മാസം 9-ാം തീയതി നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസിസ് വി ആന്റണി, തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷവും ഫ്രാൻസിസ് വി ആന്റണി വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് താക്കീതിലേക്ക് പാർട്ടി പോയിട്ടുള്ളത്. അടുത്ത 9-ാം തീയതി സമ്മേളനം പൂർണ്ണ അർത്ഥത്തിൽ നടക്കുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത പാർട്ടി തള്ളിക്കളയുന്നില്ല. അതിനാൽ തന്നെ ഒരുപക്ഷെ പുതിയ കമ്മിറ്റിയെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട തരത്തിലേക്ക് സമ്മേളനം ചുരുങ്ങാനാണ് സാധ്യത. ശരി, അവിടുത്തെ പ്രശ്നങ്ങളിൽ നേരിട്ട് തന്നെ ഇടപെടുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതാക്കളുമായൊക്കെ സംസാരിച്ചതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം MV ഗോവിന്ദൻ അല്പം മുമ്പ് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി ഇപ്പോൾ പാർട്ടി മുന്നോട്ടേക്ക് പോകുക.